പഴം പുഴുങ്ങിയതും പപ്പടവും സൂപ്പറാണ്. പഴമില്ലേ ശർക്കര ഇട്ട് പുഴുങ്ങണം. കണ്ട ശർക്കര ഇട്ട് പുഴുങ്ങിയാൽ നല്ല രസമാണ്. ശർക്കരയും പിന്നെ ഒരു നുള്ളു ഉപ്പും ഇടുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മധുരവും ചെറിയൊരു ഉപ്പ് രസം കൂടി വരുന്ന ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര രസമാണ്. എന്നിട്ട് നല്ല പപ്പടം കൂട്ടിയാണ് അടിപൊളി. എനിക്ക് നല്ല ഇഷ്ടമാവും. മോനെൻ്റെ ഫേവറേറ്റ് പലഹാരമാണത്. രാവിലെ കഴിക്കാൻ പുള്ളിക്ക് നല്ല ഇഷ്ടമുള്ള സംഭവം. ഇതൊക്കെ പണ്ടോട്ട് വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധനം. പക്ഷെ അങ്ങനെ ധാരാളം കഴിച്ചിരുന്നില്ല. ഇത്തിരി ഒന്ന് പേരിന് കഴിക്കാൻ അങ്ങനെയായിരുന്നു. പക്ഷേ മോനേൻ്റെ കൂടിയപ്പോൾ മോനേന് ഇത് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം. എപ്പോൾ കൊടുത്താലും ഭയങ്കര ഇഷ്ടമായിട്ട് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കഴിച്ച് എനിക്കും ഇത് ഭയങ്കര ഇഷ്ടമായി. ഞാനും എപ്പോഴും ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങി. പഴവും പപ്പടവും ഇത് പ്രത്യേകിച്ചും ഓണത്തിനൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണല്ലോ അല്ലേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതല്ലേ അധികം. ഞങ്ങളൊക്കെ വീട്ടിൽ അങ്ങനെയാട്ടോ. അത് പുട്ട് ഓണത്തിന് പക്ഷെ ഇത് ഓണത്തിനല്ല, ഇവിടെ ഇത് എപ്പോഴും ഉണ്ടാക്കും. മോനെൻ്റെ ഫേവററ്റ് ആയതുകൊണ്ട് പുള്ളിയുള്ളപ്പോഴൊക്കെ ഇത് ഉണ്ടാക്കും. നല്ല രസമാണ്. ശർക്കര വളാഞ്ചേരിയിലൊക്കെ അത് ശർക്കര ഇടാതെ ഉണ്ടാക്കുക, വെറുതെ പുഴുങ്ങും. പക്ഷെ ശർക്കര ഇട്ട് വാഴയില അടച്ച് വെച്ച് ശർക്കരയൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ ആ ഒരു വാഴയിലയുടെ ഫ്ലേവറും എല്ലാം ആയിട്ട് നല്ല രസമാണ്. നല്ലൊരു അത് കഴിഞ്ഞിട്ട് ഇത് മാത്രമല്ല, ഈ ഇതുണ്ടല്ലോ ഈ പഴത്തൊലി, അതിൽ ഈ ശർക്കരയൊക്കെ ഇങ്ങനെ നല്ല ഭംഗി. അപ്പോൾ ഇതിങ്ങനെ നല്ല രസമാണ്. അപ്പോൾ നല്ല രസം. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ തോന്നില്ലേ? അപ്പം എന്താ ചെയ്യാം, പോയി ഒരു 1/2 കിലോ പഴം വാങ്ങിക്കുക. പപ്പടം എപ്പോഴും ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ. പഴം വാങ്ങിക്കുക, ശർക്കര ഇട്ട് ഇതാണ്ട് പുഴുങ്ങി കഴിക്കുക. അതന്നെ അതിനുള്ള പരിഹാരം. മനസ്സിലായ? അപ്പോൾ ആഗ്രഹം തീരും. നമുക്ക് നല്ല എനർജിയൊക്കെ കിട്ടും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കുക്കറിലിട്ട് ഒരു വിസിൽ അത്രയേ ഉള്ളൂ. ഞങ്ങളിത് ശർക്കര ഇട്ട് ഉണ്ടാക്കാൻ തോന്നില്ലേ. നമ്മുടെ വളാഞ്ചേരിയിൽ ഇത് ശർക്കര ഇടില്ല. അവിടെ അമ്മയൊക്കെ ഇത് ശർക്കര ഇല്ലാണ്ട് വെറുതെ പുഴുങ്ങിയെടുക്കുക ചെയ്യാം. അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറയും ഞങ്ങൾ ശർക്കര ഇട്ടിട്ട് ഉണ്ടാക്കുക, അതിനാണ് ടേസ്റ്റ് എന്ന് പറയും. അപ്പം ഞാനിവിടെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെ ശർക്കര ഇട്ട് പുഴുങ്ങിയിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇതും ഇത് കഴിക്കണം കേട്ടോ. എല്ലാം ശർക്കരയൊക്കെ നമുക്കിങ്ങനെ കഴിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി കഴിക്കൂ, സന്തോഷിക്കൂ. അപ്പോൾ കഴിക്കലൊക്കെ കഴിഞ്ഞു. പഴത്തൊലി മാത്രം ബാക്കി ഇങ്ങനെ ആക്കി ഞാൻ.